തുറസായ മൈതാനത്തിന് നടുവിൽ 25 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗോപുരം 1885 പണിതീർന്നതിന് ശേഷമാണ് ഒരു വശത്തേക്ക് കുറേശ്ശെയായി ചെരിഞ്ഞു തുടങ്ങിയത്. ലിയോങ് ചുൻചോങ് എന്ന മനുഷ്യസ്നേഹിയായ ഒരു ചൈനീസ് കോൺട്രാക്ടറാണ് നഗരവാസികൾക്ക് കുടിവെള്ളം എത്തിക്കാനായി കണ്ടാൽ പകോട പോലെ തോന്നിക്കുന്ന ഈ വാട്ടർ ടാങ്ക് പണി കഴിപ്പിച്ചത്. ഭൂമിക്കടിയിലുള്ള മണ്ണ് ദുർബലമായതാണ് മിനാരം ഒരു വശത്തേക്ക് ചെരിയാനുണ്ടായ കാരണം. 10 വർഷം പിന്നിട്ടപ്പോഴേക്കും ഈ ചെരിവ് അത്യാവശ്യം പ്രകടമായി തന്നെ കണ്ടു തുടങ്ങി. അതോടെ അക്കാലത്ത് നഗരത്തിന്റെ ഗവർണറായിരുന്ന ഫ്രാങ്ക് സ്വെറ്റൻഹാം മിനാരയിൽ നിന്നുള്ള കുടിവെള്ള വിതരണം അവസാനിപ്പിക്കുകയും ബ്രിട്ടനിൽ നിന്ന് വലിയൊരു ക്ലോക്ക് കൊണ്ടുവന്ന് അതിന്റെ മുകളിൽ സ്ഥാപിക്കുകയും ചെയ്തു. 73,000 ലിറ്റർ വെള്ളം ശേഖരിച്ചു നിർത്താൻ ശേഷിയുള്ള വാട്ടർ ടാങ്കിന്റെ ഭാരം ഗോപുരത്തിന്റെ ചരിയലിന് ആക്കം കൂട്ടുകയാണ് ചെയ്തത്. പിന്നീടെപ്പോഴോ മിനാരെ കൊണ്ടോൺ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ ഭൂമിയിൽ ഉറച്ചു നിൽക്കാൻ ആരംഭിച്ചു. സഞ്ചാരികൾക്ക് ഇപ്പോഴതിന്റെ മുകൾത്തട്ട് വരെയും കയറിപ്പോകാനാവും. ഏറ്റവും മുകളിലത്തെ മച്ചിലുള്ള ആ വാട്ടർ ടാങ്ക് ഇപ്പോഴും അവിടെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇലക്ട്രിസിറ്റിയും മോട്ടോർ പമ്പുകളും ഇല്ലാതിരുന്ന അക്കാലത്ത് എങ്ങനെയാണ് ഈ ടാങ്കിലേക്ക് വെള്ളം എത്തിച്ചതെന്ന് ആരും ഒരു നിമിഷം അത്ഭുതപ്പെട്ടു പോകും. കൈകൊണ്ടും മൃഗങ്ങളെ ഉപയോഗിച്ചും പ്രവർത്തിപ്പിക്കുന്ന പമ്പുകൾ അക്കാലത്ത് കണ്ടുപിടിക്കപ്പെട്ടിരുന്നുവെന്നാണ് താഴത്തെ നിലയിലുള്ള മിനാര മ്യൂസിയം നൽകുന്ന വിശദീകരണം. ഫറാക്ക് നദിയിലെ ജലം ഗോപുരത്തിന്റെ താഴെത്തട്ടിലുള്ള കിണറ്റിലേക്ക് എത്തിച്ച് അവിടെ നിന്നും ഇരുമ്പ് കുഴലുകളിലൂടെ ടാങ്കിലേക്ക് അടിച്ചു കയറ്റുകയാണ് ചെയ്തത്.